ഇനിയും 2 ഗുഹകളുണ്ട്. ആ 2 ഗുഹയോടെ കഴിഞ്ഞെങ്കിലേ ആ തീ പുറപ്പെട്ട ഗുഹയ്ക്കകത്ത് ചെല്ലാൻ പറ്റും. അഗസ്ത്യരുടെ അടുത്ത് വെച്ചുണ്ടായ ചന്ദനമഴയെ പറ്റി അങ്ങ് പറഞ്ഞിരുന്നു. അത് ഒരു ശകലം എവിടെയെങ്കിലും വെള്ളത്തിലൊന്നും തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് ചവിട്ടാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. അടിച്ചാൽ നല്ല ശക്തമായിട്ട് തലയടിക്കുകയും ചെയ്യും. അഗസ്ത്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥവുമാണ് ഈ കല്യാണ തീർത്ഥം. വലിയൊരു കുഴിയാണ്. ആ കുഴിയിൽ കൃഷ്ണവേണി, അതിനകത്തെ ആ വലിയ പാറയുടെ ഒരു സൈഡിലെ ഗുഹയിലാണ് അവർ താമസിക്കുന്നത്. അങ്ങ് തന്നെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ആക്രമിക്കാൻ വേണ്ടി നടക്കുകയാണ്. അതെ അതെ അതെ. അഗസ്ത്യരുടെ അടുത്ത് വെച്ചുണ്ടായ ചന്ദനമഴയെ പറ്റി അങ്ങ് പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായും ഒന്ന് പറഞ്ഞുതരാൻ കഴിയും? അത് ഇവിടെ എനിക്ക് ഇപ്പോൾ ആരെയും കാണുന്നില്ല. കുറേ പലരും ചത്താണെന്ന് തോന്നുന്നു. കുറേ സ്വാമിമാർ ഇവിടെ വരുമായിരുന്നു. ഒന്ന് ഒരു മിണ്ടാസ്വാമി, അതായത് അദ്ദേഹം എപ്പോഴും നടക്കുന്നതൊക്കെ ഈ നാക്കിലിട്ടാണ് നടക്കുന്നത്, മിണ്ടാൻ പറ്റില്ല. കോവിഡ് കാലത്ത് മരിച്ചു എന്നാണ് തോന്നുന്നത്. പിന്നെ അദ്ദേഹം കണ്ടിട്ടില്ല. മറ്റേ മാസത്തിലൊരിക്കൽ ഇവിടെ വരുന്നതാണ്. പിന്നെ വേറെ ഊട്ടിയിലുള്ള ഒരു സ്വാമി, അദ്ദേഹം മാസത്തിലൊരിക്കലോ ഒക്കെ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴും ഒക്കെ വരുമായിരുന്നു. അദ്ദേഹവും മരിച്ചു. അപ്പോൾ ഇവരൊക്കെ ഉള്ള കാലത്ത് 1998 ഞാൻ പണ്ട് പോയിട്ട് മുന്നൊക്കെ പോയിട്ടുള്ള പുതിയ, അതായത് 18 സിദ്ധന്മാർക്ക് അഗസ്ത്യർ യോഗ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള സ്ഥലം, അതാണ് പുതിയ. തിരുനെൽവേലി ജില്ലയിൽ അംബാസമുദ്രത്തിനടുത്താണ്. തിരുനെൽവേലി ജില്ലയിൽ അംബാസമുദ്രം എന്ന് പറയുന്ന ഒരു ടൗണുണ്ട്. അതിനും അവിടുന്ന് കാട്ടിലേക്ക് കുറേ കയറണം. ഈ നമ്മുടെ ഭാഗത്തു നിന്ന് പോവുകയാണെങ്കിൽ, നമ്മുടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അഗസ്ത്യർകൂടം, തിരുവനന്തപുരം ജില്ല, അതിൻ്റെ തൊട്ട് താഴെ കുഴിയാണ് പുതിയ മല. പക്ഷെ അതിലെ വഴിയില്ല പോകാൻ. അപ്പോൾ നമ്മൾ പോകേണ്ടത് ചെങ്കോട്ട വഴി തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്ന് പോലീസിൻ്റെ പെർമിഷനൊക്കെ മേടിച്ച് വേണം കയറാൻ. അപ്പോൾ കയറുമ്പോൾ നമ്മൾ ഈ പുതിയ പോവാണെന്ന് പറഞ്ഞാൽ അവർ പെർമിഷൻ തരത്തില്ല. അവർ അഗസ്ത്യർ ഫാൾ എന്ന് പറഞ്ഞൊരു ഫാളുണ്ട്. ആ ഫാളിൽ കുളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പെർമിഷൻ കിട്ടും. അപ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും തോർത്ത് അതൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു തോർത്ത് കരുതിയിരിക്കണം. അങ്ങനെ അഗസ്ത്യർ ഫാളിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അല്ലാതെ പുതിയ പോകാനായിട്ട് അനുവാദം കൊടുക്കില്ല. അപ്പോൾ അഗസ്ത്യർ ഫാളിൽ പോകാനായിട്ട് അനുവാദം ചോദിച്ചാൽ തരും, ഫോറസ്റ്റ് തരും. അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് ഇവിടുന്ന് കുറേ പോകണം. അവിടെ പോയി നമുക്ക് സൗകര്യപ്രദമായി നമ്മുടെ വാഹനം എവിടെയെങ്കിലും ഇട്ടിട്ട് ഈ അഗസ്ത്യർ ഫാളും കഴിഞ്ഞിട്ട് മേപ്പോട്ട് നടക്കണം. നടന്നാൽ പുതിയയിലെത്താം. പുതിയയുടെ പ്രത്യേകത, ഈ അഗസ്ത്യരുടെ ശിഷ്യന്മാരെയെല്ലാം, ക്രിയാബാബ ഉൾപ്പെടെ, ഇപ്പോൾ 19 ശിഷ്യന്മാർ വരും. 18 ശിഷ്യന്മാരും ക്രിയാബാബയും കൂടെ ആകുമ്പോൾ 19 ശിഷ്യന്മാർ വരും. 19 ശിഷ്യന്മാരോളം പഠിപ്പിച്ചതെല്ലാം ഈ പുതിയയിൽ വെച്ചാണ്. പുതിയ എന്ന് പറയുന്നത് അതൊരു നദിയുടെ, ആ നദിയുടെ പേര് ഞാൻ മറന്നു. ആ നദിയുടെ തുടക്കസ്ഥാനമാണ്. നദി പേര് മറന്നു. ആ നദിയുടെ തുടക്കസ്ഥാനം, ആ തുടക്കത്തിലെ വലിയ വീതിയിലാണ് അത് തുടങ്ങി വരുന്നത്. നമ്മൾ ഇക്കരെ ചെല്ലുന്നു, അക്കരെ കയറിയാൽ ആരുടെയും ഹെൽപ്പുണ്ടെങ്കിൽ ആ ഗുഹ കണ്ടുപിടിക്കാം. ആ ഗുഹ കണ്ടുപിടിച്ചാൽ നമുക്ക് അഗസ്ത്യ ഗുഹയെ കയറാം, ഇറങ്ങി വരികയും ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പോയപ്പോൾ ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഒരു വയസ്സായ ഒരു അമ്മ, കൃഷ്ണവേണി എന്ന് പറയുന്ന ഒരു യോഗിനി ഉണ്ടായിരുന്നു. കൃഷ്ണവേണി, അതിനകത്തെ ആ വലിയ പാറയുടെ ഒരു സൈഡിലെ ഗുഹയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴൊക്കെ എൻ്റെ കൂടെ വരുന്നവർക്കും എനിക്കും ആവശ്യമുള്ള ആഹാരവും കിടക്കാൻ എവിടെയെങ്കിലുമൊക്കെ സൗകര്യം ഒരുക്കി തരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വരണമെന്ന് വെച്ചാൽ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ആഹാരം സമയത്തിന് കിട്ടും എന്നുള്ള ധൈര്യത്തിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അവിടെ ചെന്ന്
ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞാൽ അറിയും അമ്മ, ഞാൻ ചെല്ലുമ്പോഴേ അറിയാം അമ്മയ്ക്ക് എന്തൊക്കെ ദിവ്യശക്തികളൊക്കെ ഉണ്ട്. അമ്മയുടെ ഒരു വേലക്കാരൻ മുരുകൻ ഉണ്ടായിരുന്നു. അത് യഥാർത്ഥ മുരുകൻ തന്നെയായിരുന്നു. വേലക്കാരൻ മുരുകൻ യഥാർത്ഥ മുരുകൻ തന്നെയായിരുന്നു. 2005 അമ്മ മരിച്ചു. അത് ക്രോസ് കട്ടിങ് പറയുകയാണ്. അമ്മ മരിച്ചപ്പോൾ ആ അമ്മയുടെ ചിതയ്ക്ക് തീ കൊടുത്തിയ ശേഷം ഈ വേലക്കാരനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനു മുമ്പേ ഞാൻ മനസ്സിലാക്കി ഇത് മുരുകനാണ്. കാരണം ഈ മുരുകന് എന്നെ കണ്ണെടുത്തിട്ടേ കണ്ടുകൂടാ. ഒരു കാരണവുമില്ലാതെ എന്നെ ഇഷ്ടമല്ല, പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എന്താകും ഇഷ്ടം? എന്തെങ്കിലും കാരണം. ഞാൻ വലിയ ഭക്തനൊന്നും അല്ലാത്തതുകൊണ്ടാകും. ബാക്കി എൻ്റെ കൂടെ വന്നവരെല്ലാം മറ്റൊരാൾ തൃശ്ശൂർക്കാരന് ഒരു രന്തിസ്വാമി എന്ന് പറയുന്ന, ഇപ്പോൾ രന്തിസ്വാമിയാണ്, ഹിമാലയത്തിലാണ് ഇപ്പം തോന്നുന്നു, ഹിമാലയത്തിലാണ്. രന്തിദേവൻ എന്നാണ് പേര്. അദ്ദേഹമാണ് ഒരാൾ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ 4 പേരും മറ്റുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഈ മുരുകന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഒരു മുരുകഭക്തനാണ്. മുരുകന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്നോട് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ മൈൻഡ് ചെയ്തില്ല. അങ്ങ് തന്നെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ആക്രമിക്കാൻ വേണ്ടി നടക്കുകയാണ്. അതെ. കറുത്ത മെലിഞ്ഞ ഒരു ശരീരമാണ്. ഒരു 19-20 വയസ്സ് കാണും ഈ മുരുകന്. അമ്മ അവിടെ നിന്ന് മുരുക എന്ന് ആ ഗുഹയ്ക്കകത്ത് നിന്ന് വിളിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഇയാൾ വരുന്നറിയില്ല. കാറ്റ് പോലെ നമ്മൾ വാതൊക്കെ ഇരിക്കുകയായിരിക്കും, ഫ്രണ്ടിൽ കാണാം. ഇതിനിടയിൽ നമുക്ക് സംഭവിക്കുന്ന ഒന്ന് കണ്ണടയ്ക്കും. ഇയാൾ എവിടെ നിൽക്കുകയെന്ന് അറിയില്ല. അപ്പോൾ ഇത് പല പ്രാവശ്യം ആയപ്പോഴാണ് എനിക്ക് സംശയം തോന്നി, ഇയാൾ മനുഷ്യനല്ലല്ലോ, ഇയാൾ ശരിക്കും മുരുകൻ തന്നെയാണോ ഒന്ന് സംശയം തോന്നി. പിന്നെ ഇയാൾ എനിക്ക് മുഖം തരത്തില്ല, എൻ്റെ അടുക്കൽ വന്ന് നിൽക്കത്തില്ല. എനിക്ക് സംശയം എപ്പോൾ തോന്നിയോ അതിന് ശേഷം പിന്നീട് എന്നെ ശരിക്ക് ഫേസ് ടു ഫേസ് പുള്ളി നിന്നിട്ടില്ല. അങ്ങനെ സന്ധ്യയായപ്പോൾ മുരുകനോട് അമ്മ പറഞ്ഞു, ഇവരെ അന്ന് ഒരു കറുത്തവാവ് ദിവസമാണ്. അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. കറുത്തവാവ് ദിവസം നമുക്ക് അവിടെ ചെന്നാൽ കറുത്തവാവിന് ഇരുട്ടല്ലേ. അപ്പം ഈ ഇരുട്ടിന് അല്പം പോലും ഇരുട്ട് അവിടെ ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. കറുത്തവാവ് ഏത് ദിവസമായാലും ഇരുട്ടുണ്ടാകില്ല. ഏത് ദിവസമായാലും ഇരുട്ടുണ്ടാകില്ല. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ കറുത്തവാവിനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കറുത്തവാവ് എന്ന് പറയുന്നത്. കറുത്തവാവിന് നമുക്ക് അത്യാവശ്യം സ്റ്റെപ്പ് കാണുകയും അത്യാവശ്യം ഒരു നിലാവുള്ള രാത്രിയിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാമോ അതെല്ലാം നമുക്കവിടെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അമ്മ വൈകുന്നേരം ആയപ്പോഴത്തെ ആഹാരമൊക്കെ തന്നപ്പോൾ മുരുകനോട് പറഞ്ഞു ഇവരെ അഗസ്ത്യരുടെ ഗുഹയിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അഗസ്ത്യരുടെ ഗുഹയിലോട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ സർപ്പം ഇങ്ങനെ ഞാൻ പിടിക്കാൻ തുടങ്ങി. എൻ്റെ പാമ്പാണെന്ന് പറഞ്ഞ് മുരുകൻ തട്ടി. ഞാൻ പിന്നെ തൊട്ടില്ല. പിന്നെ ഞാനവിടെ വീഴാൻ തുടങ്ങിയപ്പോൾ പോലും തൊട്ടടുത്ത് നിന്ന് മുരുകൻ സഹായിച്ചില്ല. അപ്പോൾ ഈ രന്തിയാണ് എന്നെ സഹായിച്ച്. അത് കാരണം അവിടുത്തെ പാറയെല്ലാം ഈ ഗ്ലാസ് പോലെയാണ്, മൈക്കയായിട്ടാണ്. മൈക്ക റോക്കാണ്. എന്നുവെച്ചാൽ അങ്ങ് വളരെ സ്ലിപ്പ്, നമുക്ക് കാല് മൈക്ക തന്നെയാണ്. സ്മൂത്താണ്, വളരെ സ്മൂത്താണ്. നമുക്ക് എവിടെയും പിടി കിട്ടാത്ത സൈസാണ്. കാലിൻ്റെ വിരൽ കൊണ്ടൊന്നും ഗ്രിപ്പ് കിട്ടത്തില്ല. അതൊരു ശകലം എവിടെയെങ്കിലും വെള്ളത്തിലൊന്നും തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് ചവിട്ടാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. അടിച്ചാൽ നല്ല ശക്തമായിട്ട് തലയടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഈ മുരുകൻ അതൊന്നും ഒരു പ്രശ്നമല്ല. മുരുകൻ അത് ഓടുന്നതിനും ചാടുന്നതിനും ഒന്നും ഈ മൈക്കയുടെ പ്രശ്നമൊന്നും ഇത് സ്ലിപ്പിങ്ങൊന്നും മുരുകന് പ്രശ്നമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നദി കുറുകെ കടന്നു. ഇതെങ്ങനെയാണ് മുരുകൻ അക്കരെ കിടക്കുന്നതെന്നോ ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ 4-5 പേരുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അക്കരെ കടന്നു, നദിയുടെ അക്കരെ കടന്നു. കല്യാണതീർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞ നദി എന്ന് പറയുന്നത്. കല്യാണതീർത്ഥമാണ്. കല്യാണതീർത്ഥത്തിന് അപ്പുറം പോയി. കല്യാണതീർത്ഥം എന്ന് പറഞ്ഞാൽ അഗസ്ത്യർ ഭജിക്കുകയും അഗസ്ത്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥവുമാണ് ഈ കല്യാണതീർത്ഥം. വലിയൊരു കുഴിയാണ്. ആ കുഴിയിൽ എത്രത്തോളം ആഴമുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അത്ര അതിഭയങ്കരമായ വളരെ ഉയരത്തിന്ന് വെള്ളം വീണ് അതൊരു കുഴിയായതാണ്. അതിൻ്റെ
അഗസ്ത്യർ തന്നെ പ്രതിഷ്ഠിച്ച ഒരു ശിവക്ഷേത്രവും അതിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ അവിടെ അക്കരെ കടന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് പല രൂപത്തിൽ വേണം അങ്ങോട്ട് അഗസ്ത്യയുടെ. അത് ഒന്ന് പാറ കയറി നമുക്ക് ഈ ഇഞ്ച പോലെ എൻ്റെ സാധനമുണ്ട്, അതിനിടയ്ക്കൂടെ ഒക്കെ നമുക്ക് പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ പാറയിൽ നിന്ന് പാറയിലോട്ട് ചാടിയേ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് പാറയിൽ നിന്ന് പാറയോട് ചാടുക ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാവരും ഒക്കെ ഒത്തിരിയൊക്കെ ചാടി. അതും ഞാൻ ഒരുവിധമൊക്കെ അത് ചാടി അക്കരെ പറ്റി. അടുത്തത് ഒരു മരത്തെ തൂങ്ങി ആടിയേ അപ്പുറത്തെ പാറയിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഇത് എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. ഞാൻ പോകുന്നില്ല എന്ന് തന്നെ ഞാനങ്ങ് കരുതി. അപ്പോൾ മുരുകൻ വന്ന് എന്നെ അങ്ങ് എടുത്തിട്ട് ആ കമ്പയെ പിടിച്ചിട്ട് ആടി അങ്ങേ പാറയെ കൊണ്ടാക്കി. ആക്കിയ ശേഷം മുരുകൻ അങ്ങ് പോയി. പിന്നെ അങ്ങോട്ട് നമുക്ക് നടന്നു പോകത്തൊക്കെ എല്ലാം അടുത്ത സ്ഥലങ്ങളാണ്. വളരെ ചെറിയ, ഇവിടുന്ന് ഒരു ആകെ ഈ പറഞ്ഞ എല്ലാം കൂടെ ദൂരെ ഒരു 100 മീറ്ററേ വരുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് ഈ അതിഘോരമായ ഇത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് ദൂരം കൂടുതൽ തോന്നിയത്. ആകെ 100 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അഗസ്ത്യ ഗുഹയുടെ അവിടെ ചെന്നു. അഗസ്ത്യ ഗുഹയുടെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അഗസ്ത്യ ഗുഹയുടെ അവിടെ കയറാൻ വയ്യ. ഞാൻ ബുദ്ധിമുട്ടിങ്ങനെ നിന്നപ്പോൾ മുരുകൻ എന്നെ, അപ്പോഴത്തേക്ക് ഇത്രയും ഞാൻ വളരെ ക്ഷീണിച്ചു. മുരുകൻ എന്നെ വലിച്ച് ആ ഗുഹയ്ക്കകത്താക്കി. ഞാൻ ഇത്രയും ക്ഷീണിതനായിട്ട് ഞാൻ പെട്ടെന്ന് ബോധം കെട്ടുപോയി. ബോധം കെട്ട് മുരുകൻ എന്തൊക്കെയോ ചെയ്ത് മുരുകനായതെല്ലാം ചെയ്യുന്നത്. മുരുകൻ എന്തൊക്കെയോ ചെയ്ത് എന്നെ ആ ക്ഷീണമൊക്കെ മാറ്റി. വെള്ളമൊന്നുമില്ലല്ലോ, വെള്ളം തരാനോ മുഖത്ത് കുടയാനോ ഒന്നുമില്ല. ക്ഷീണം കൊണ്ടാണ്, അവശത കൊണ്ടാണ്. എനിക്ക് അന്നും ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട് സമയം. ചിലപ്പോൾ ഷുഗർ കുറഞ്ഞതാകും, എനിക്കറിയില്ല. അപ്പോൾ ഈ കടപ്പിൽ കിടന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇത്രയുള്ളൊരു തീകോളം, ഒരു വലിയ തീകോളം അതിൻ്റെ രണ്ടാമത്തെ ഇത് കഴിഞ്ഞൊരു ഗുഹയുണ്ട്. അത് കഴിഞ്ഞൊരു ഗുഹയുടെ അകത്തു നിന്നൊരു തീകോളം മേപ്പോട്ട് പോകും. അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ ഒരു പാർട്ടിയോട് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഞാനിങ്ങനെ മലത്ത് കിടക്കുകയല്ലേ. നോക്കിയപ്പോൾ അയാൾ കണ്ടു, ബാക്കിയൊക്കെ കാണാൻ പറ്റിയില്ല. അത് അഗസ്ത്യരായിരുന്നു. തീകോളമായിട്ട്. തീകോളമല്ല, ഒരു വെളുത്ത പ്രകാശം. ചന്ദ്രനെ ഇതേപോലെ കാണുന്ന ഒരു വെളുത്ത പ്രകാശം പോലെ മേപ്പോട്ട്. തീയും ഒന്നുമല്ല, ഒരു വെളുത്ത പ്രകാശം ഇങ്ങനെ ഉയർന്ന് മേപ്പോട്ടാണ്. ഞാൻ അയാൾ കണ്ടു. അയാൾ കണ്ടു കഴിഞ്ഞുടനെ ഞങ്ങൾ ഒരാളെ കണ്ടുള്ളൂ. പിന്നെ ഇനിയും 2 ഗുഹയും കൂടെ. ആ 2 ഗുഹയോടെ കഴിഞ്ഞെങ്കിലേ ആ തീ പുറപ്പെട്ട ഗുഹയ്ക്കകത്ത് എല്ലാം പറ്റുള്ളൂ.